Shanti, Sister Jayati. ഓം ശാന്തി ദീദി, എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ പറയുന്നില്ല, പക്ഷെ വളരെ സന്തോഷമുണ്ട് ദീദി ഇന്ന് നേരത്തെ എത്തിച്ചേർന്നു. ഞങ്ങളോടൊപ്പം സമയം ചിലവഴിക്കാൻ എത്തിയതിന് നന്ദി. ആരോ ഒരു കമൻറ്റ് എഴുതിയിട്ടുണ്ട്, ദീദി ഞങ്ങൾ വളരെ സരളമായ ചോദ്യം ചോദിക്കുന്നു, എന്നാൽ കൃത്യമായ ഉത്തരമാണ് താങ്കൾ അതിനും നൽകുന്നത്. താങ്ക് യു ദീദി. ഓം ശാന്തി. ഇത് വളരെ പ്രാധാന്യമേറിയ മുരളിയാണ്. കാരണം ഇത് രണ്ടാമത്തെ മുരളിയാണ്. ഇവൻ ബാബയുടെ രഥത്തെ പോലും ബാബ തൻ്റെ സകാശിലൂടെ എങ്ങനെയാണ് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ബാബ സ്പഷ്ടമാക്കി തന്നു. കഴിഞ്ഞ മുരളിയിലും ബാബ പറഞ്ഞിരുന്നു, ബാബയ്ക്ക് എല്ലാ മക്കളും ഒരുപോലെയാണ്, എല്ലാവരുമായും ബാബയ്ക്ക് കൂടിക്കാഴ്ച നടത്തണം, എന്നാൽ സമയത്തിൻ്റെ പരിമിതിയുണ്ട്. ബാബ അതും പറഞ്ഞു, രഥത്തിനെ നോക്കണം, സമയത്തെ നോക്കണം. അതുകൊണ്ട് ബാബ കുറച്ച് ശബ്ദങ്ങളിലാണ് പറയുന്നതെങ്കിലും നിങ്ങൾ ഒരിക്കലും ബാബയുടെ സ്നേഹം കുറഞ്ഞു എന്ന് ചിന്തിക്കരുത്. ബാബ നമ്മളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാബ നമ്മളെ ബോധവാന്മാരാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ രഥം ചില കാരണങ്ങളാൽ എൻ്റെ രഥത്തിന് ചില അസ്വസ്ഥത ഉണ്ട്. അത് ബാബ നമ്മൾ കുട്ടികളെ ബോധവാന്മാരാക്കുകയായിരുന്നു. പക്ഷെ നമുക്കാർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അത് സീരിയസ് ആണ് എന്നൊരു കാര്യം. പിന്നീട് ബാബ മുന്നോട്ട് പോകവേ ആ കാര്യങ്ങളെല്ലാം സ്പഷ്ടമാക്കി തന്നു, എന്നാലും കൃത്യമായിട്ട് പറഞ്ഞു തന്നില്ല. പക്ഷെ മുന്നോട്ട് പോകവേ അടുത്ത കുറച്ചാഴ്ചകൾ കഴിഞ്ഞപ്പോൾ അതെന്താണ് സംഭവമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ബാബ ശക്തിശാലിയായ സിഗ്നൽ നൽകി. ആരെല്ലാം പേഴ്സണൽ മീറ്റിംഗ് ബാബയോടൊപ്പം നടത്താൻ അവിടെ ഉണ്ടായിരുന്നോ അവരെല്ലാം ബാബ തൻ്റെ ശബ്ദങ്ങളിലൂടെ സംതൃപ്തരാക്കി. വിദേശത്തിൽ നിന്ന് ധാരാളം കുട്ടികളുണ്ടായിരുന്നു. വിദേശത്തിൽ നിന്ന് വന്ന കുട്ടികൾ ബ്രാഹ്മണർ, അവർക്കെപ്പോഴും ബാബയിൽ നിന്ന് വളരെ വിശേഷപ്പെട്ട പാലന പ്രാപ്തമാകാറുണ്ട്. അതായത് നമ്മൾ ഓരോരുത്തർക്കും ബാബ എന്ത് വരദാനി ശബ്ദങ്ങളാണോ ഉച്ചരിച്ചത് അതിലുണ്ടായിരുന്ന ഓരോ മക്കൾക്കും വേണ്ടി അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കേൾക്കാം. ബാബ നക്ഷത്രങ്ങളുടെ കൂട്ടത്തെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആരെല്ലാമാണ് ഭൂമിക്ക് പ്രകാശം കൊടുത്തുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ, ആരാണ് ശ്രേഷ്ഠമായ നക്ഷത്രങ്ങൾ, ആരാണ് ഇരുട്ട് നിറഞ്ഞ ലോകത്തിന് പ്രകാശം കൊടുത്തുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ, ആരാണ് ശരിയായ മാർഗം കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ, ജ്ഞാനത്തിൻ്റെ സൂര്യനെക്കുറിച്ചും ജ്ഞാനത്തിൻ്റെ ചന്ദ്രനെക്കുറിച്ചും ഭാഗ്യശാലികളും സ്നേഹികളുമായ നക്ഷത്രങ്ങളെക്കുറിച്ചും ബാബ നമുക്ക് സ്പഷ്ടമാക്കി തന്നു. ബാബ പറയാറുണ്ടല്ലോ, ജ്ഞാന സൂര്യൻ ആരാണ്? ജ്ഞാനത്തിൻ്റെ സൂര്യൻ ശിവബാബ തന്നെയാണ്. എങ്കിലും മറ്റൊരു രൂപത്തിൽ നോക്കിയാൽ നമുക്ക് ബാബ് ദാദയെയും ആ ടൈറ്റിലിൽ പറയാൻ സാധിക്കും. ബാബ് ദാദ ജ്ഞാനത്തിൻ്റെ സൂര്യനാണ്. ആ സ്റ്റേജിലാണെങ്കിൽ അപ്പോൾ ജ്ഞാനത്തിൻ്റെ ചന്ദ്രൻ, സീനിയർ മദർ, ചന്ദ്രമ ആരാണ്? ബ്രഹ്മ ബാബ. ഇടയ്ക്കെല്ലാം ബാബ ഇങ്ങനെ പറയാറുണ്ട്, ബാബ് ദാദ ജ്ഞാനത്തിൻ്റെ സൂര്യനാണ്. രണ്ടച്ഛന്മാരും. ഒരു ശക്തിക്ക് മറ്റൊരു ശക്തിയുടെ സഹായമില്ലാതെ കളിക്കാൻ സാധിക്കില്ല. പിന്നെ ജ്ഞാനത്തിൻ്റെ ചന്ദ്രൻ, അതാണ് മമ്മ. നമ്മളെല്ലാവരും ഭാഗ്യശാലികളും സ്നേഹികളുമായ കുട്ടികൾ, നക്ഷത്രങ്ങളാണ്. ബാബ ഇത്രയും ദയാമനസ്കനാണ്. ബാബ പറഞ്ഞു, നിങ്ങളെല്ലാവരും നക്ഷത്രങ്ങളാണ്, നിങ്ങളെല്ലാവർക്കും തൻ്റേതായ വിശേഷതകളുണ്ട്. ഓരോ കുട്ടികളുടെ പാർട്ടും വിശേഷപ്പെട്ടതാണ്. മറ്റൊന്ന്, അവരവർക്ക് എന്തനുഭവമാണോ ഈ മാർഗത്തിലൂടെ പ്രാപ്തമായത് അതിൻ്റെ ഫ്രൂട്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളത് കാണുന്നുമുണ്ടല്ലോ പ്രത്യക്ഷത്തിൽ. കേവലം നാം കേട്ട കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുന്നവരായിട്ട് മാത്രം മാറിയാൽ അതിൻ്റെ പ്രഭാവം ഒരിക്കലും ഉണ്ടാകില്ല. എന്നാൽ ഞാൻ എന്താണോ ബാബയിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളത് അതിനെ പേഴ്സണലി ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ, അനുഭവത്തിൻ്റെ ശബ്ദങ്ങൾ എന്നിൽ നിന്ന് വരികയാണെങ്കിൽ തീർച്ചയായും അത് അനേകരുടെ ഹൃദയത്തിൽ തട്ടുക തന്നെ ചെയ്യും. അതിലൂടെ അനേകരെ ബാബയുടെ അടുത്തേക്ക് നമുക്ക് കൊണ്ടുവരാനും സാധിക്കും. ബാബ ഇതും വിശദീകരിച്ചു തന്നു. ഭാഗ്യശാലികളും
സ്നേഹികളുമായ നക്ഷത്രങ്ങളെ പോലെ തന്നെ ചില നക്ഷത്രങ്ങളുണ്ട്, ഭാഗ്യ നക്ഷത്രങ്ങൾ, സഫലതാ നക്ഷത്രങ്ങൾ. അതിൽ ബാബ പറഞ്ഞിരുന്നു, സഫലതാ നക്ഷത്രങ്ങൾ അവരാണ്, അവർക്ക് ഒരു തരത്തിലുള്ള പരിശ്രമവും ചെയ്യേണ്ടി വരില്ല. ബാഹ്യമായ രൂപത്തിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരില്ല. കാരണം അവർ ബാബ്ദാദയുമായി വളരെ അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ആ ആത്മാക്കൾക്ക് സഫലത തൻ്റെ ജന്മസിദ്ധ അധികാരമാണെന്ന് അനുഭവമുണ്ടാകും. ആ നിശ്ചയത്തോടുകൂടി, ലഹരിയോടുകൂടി അവർക്ക് ഒരു പ്രയത്നവും ഇല്ലാതെ, പരിശ്രമവും ഇല്ലാതെ മുന്നോട്ട് പോകാനും സാധിക്കും. അതുപോലെ തന്നെ കുട്ടികൾ ചെയ്യുന്ന പരിശ്രമം നോക്കിയാലും അതും നമ്പർ വൈസാണ്. ബാബയുമായിട്ട് നമ്മൾ എത്ര അടുത്തിരിക്കുന്നു അതിനനുസരിച്ചാണ് നമുക്ക് നമ്പർ കിട്ടുക. നമ്മൾ എത്രത്തോളം ബാബ്ദാദയുടെ അടുത്ത് ക്ലോസ് ആണോ അത്രത്തോളം നമുക്ക് പരിധിയില്ലാത്ത സഫലതയിലേക്ക് എത്താൻ സാധിക്കും. പ്രയത്നവും ഉണ്ടാവില്ല. പക്ഷെ അതിൽ നമ്പർ വൈസാണ് ഓരോ കുട്ടികളും. കുറേ മുരളികൾ കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ബാബ കുട്ടികളെ പ്രശംസിക്കുന്നുമുണ്ട്. കുട്ടികൾ എപ്പോഴും ശ്രേഷ്ഠമായ സോമാനത്തിലിരിക്കണം, അപ്പോഴേ എല്ലാം സഹജമാകുള്ളൂ. എപ്പോഴും സരളവും സഹജവുമായി തോന്നാത്തതിൻ്റെ കാരണം നമ്മൾ ബാബ നൽകുന്ന ഉയർന്ന സ്ഥിതിയിൽ നിന്ന് താഴോട്ട് വരുന്നുണ്ട്. അപ്പോഴെന്താകും, ഓരോ കാര്യങ്ങളും കൂടുതൽ പ്രയത്നിച്ച് ചെയ്യേണ്ടതായി നമുക്ക് വരും. ബാബ കാണുന്നുണ്ട്, ഉയർന്ന സ്ഥിതിയിലിരിക്കാനുള്ള കഴിവ് കുട്ടികൾക്കുണ്ട്, ബോധമുണ്ട്. അങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രയത്നവും ഇല്ലാതെ ബാബ പറയുന്നത് പോലെ ഉയരുന്ന കലയിലേക്ക് എത്തിച്ചേരാം. ബാബ ഒരിക്കലും ഈ കാഴ്ച കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഉയരുന്ന കലയിൽ പറന്നുകൊണ്ടിരിക്കേണ്ട കുട്ടികൾ ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച. ബാബ നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന തിളക്കത്തിൻ്റെ ഡിഫറൻസിനെ കുറിച്ചും ക്ലിയറാക്കി തന്നു. നമ്മൾ സാധാരണ ആകാശത്തിൽ തന്നെ നക്ഷത്രക്കൂട്ടങ്ങളെ കണ്ടിട്ടില്ലേ? ബാബ നമ്മൾ കുട്ടികളെ ഭൂമിയിലെ നക്ഷത്രങ്ങളാണ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. എന്നാൽ മുകളിലുള്ള നക്ഷത്രങ്ങളോ ആകാശത്തിൽ കണ്ടിട്ടില്ലേ? ചില നക്ഷത്രങ്ങൾ വളരെയധികം തിളക്കമുള്ളതായിരിക്കും. ചില നക്ഷത്രങ്ങളാണെങ്കിൽ ബ്രൈറ്റ് ആയിരിക്കും, പക്ഷെ മറ്റുള്ള നക്ഷത്രങ്ങളുടെ അത്രയും ഉണ്ടാവില്ല. നിങ്ങൾ ഇങ്ങനെയും ചില നക്ഷത്രങ്ങളെ കണ്ടിട്ടുണ്ടാകും. ഒരു നിമിഷം അവിടെ നിന്ന് തിളങ്ങുന്നുണ്ടാകും, അടുത്ത സെക്കൻഡിൽ നോക്കിയാൽ അത് താഴോട്ട് വീഴുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. ആ സ്ഥാനത്ത് നിന്ന് അത് മാറിപ്പോകുന്നുണ്ടാവും. സാധാരണമായ നക്ഷത്രത്തെ കാണുന്നു, ചിലത് വാൽ നക്ഷത്രങ്ങളുണ്ടാകും. ബാബ വാൽ നക്ഷത്രങ്ങളെക്കുറിച്ചെല്ലാം സ്പിരിച്വൽ ലെവലിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാറുണ്ടല്ലോ. ചില കുട്ടികൾ നോക്കിയാൽ നല്ല തിളക്കമുള്ളവരായിരിക്കും ഇടയ്ക്ക്, പക്ഷേ എന്തെങ്കിലും സാഹചര്യങ്ങൾ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പെട്ടെന്ന് താഴോട്ട് വീഴുന്നു, താഴേക്ക് വരാൻ തുടങ്ങും. അതുപോലെ വാൽ നക്ഷത്രങ്ങൾ, അതായത് ഏത് കുട്ടികളാണോ കുറേ ചോദ്യചിഹ്നങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഓർമ്മചിഹ്നമാണത്. 2 തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്ന കുട്ടികളെ കാണാം. ഒരു കൂട്ടരാണ് ജ്ഞാനത്തിൻ്റെ സ്പഷ്ടീകരണത്തിനു വേണ്ടി ചോദിക്കുന്നവർ. ബാബ നൽകുന്ന ജ്ഞാനത്തെ ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി നല്ല ഉദ്ദേശത്തോടു കൂടി ചോദിക്കുന്നവർ, ജ്ഞാനയോഗത്തെ ക്ലിയർ ആക്കാൻ വേണ്ടി. അത് നല്ലതാണ്, അത് നാച്ചുറലാണ്. ജ്ഞാനത്തെ സ്പഷ്ടമാക്കുകയാണ്, അവരതിനു വേണ്ടിയിട്ടാണ് പ്രയത്നിക്കുന്നത്. എന്നാൽ മറ്റൊരു ടൈപ്പ് നക്ഷത്രം ഇതാണ്. വീണ്ടും വീണ്ടും എന്തിനാണിത് സംഭവിച്ചത്? ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. അതെന്താണ് അങ്ങനെ സംഭവിക്കാതിരുന്നത്? ഇതിന് ഇങ്ങനെ സംഭവിക്കാമായിരുന്നില്ലേ? എല്ലാം ശരിയാണ്. എന്നാൽ ഈ ചോദ്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കും. ആ ഒരു പോയിന്റിലേക്ക് ഞാൻ എത്തേണ്ടി വരും, റിയലൈസ് ചെയ്യേണ്ടി വരും. ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചാലും എനിക്ക് ഡ്രാമയിൽ നിശ്ചയം ഉണ്ടായിരിക്കണം, ഉറച്ചിരിക്കേണ്ടി വരും. പിന്നെ ഒരിക്കലും എന്തുകൊണ്ടിത്, അതെന്തിന്, ഇങ്ങനെയുള്ളതൊന്നും ഉള്ളിൽ വരില്ല. അതെന്തിനാണ് സംഭവിച്ചത്, ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ, ഇതെല്ലാം വലിയ തരത്തിലുള്ള
നമ്മുടെ ഊർജത്തിൻ്റെയും സമയത്തിൻ്റെയും മിസ്യൂസിന് കാരണമായിട്ട് മാറും. കാരണം എന്താണെന്നറിയോ? ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ കേവലം നാം ചിന്തിക്കുക മാത്രമല്ല, ഇത് നാം പലരോടും പോയിട്ട് ഷെയർ ചെയ്യും. നോക്കൂ, ഒരു വ്യക്തിയോട് മാത്രം പറഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾ പലരോടും പോയിട്ട് പറയും. ആ ചോദ്യം അവിടെ പോവും, ഇവിടെ പോവും, പല സ്ഥലങ്ങളിലും പോവും. അങ്ങനെ എല്ലാവരും ഈ ചോദ്യങ്ങൾ കടന്ന് കളിക്കാൻ തുടങ്ങും. അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ തൻ്റെ ശക്തിയെ നഷ്ടപ്പെടുത്തും. എന്ത് അങ്ങനെ ഇങ്ങനെ, ഈ ചോദ്യങ്ങളെല്ലാം ഉള്ളിൽ നടക്കും. അവരും ഇത് അനേകർക്ക് പോയിട്ട് കൊടുക്കാൻ കാരണമാകും. അങ്ങനെ എന്താകും? ഈ തരത്തിലുള്ള വിത്താണ് നാം വിതയ്ക്കുക. പലരുടെ മനസ്സിനെയും ഡിസ്റ്റർബ് ചെയ്യാൻ നമ്മൾ കാരണമായിട്ട് മാറും. ഇതിലൂടെ പോയാൽ എന്ത് സംഭവിക്കും? അനേകരുടെ ഊർജത്തെയും സമയത്തെയും പാഴാക്കാൻ നമ്മൾ കാരണമായിട്ട് മാറും. അങ്ങനെയുള്ള കുട്ടികളെ ബാബ വാൽനക്ഷത്രമായിട്ടും കാണുന്നുണ്ട്. അവരവരുടെ സമയത്തെ പാഴാക്കുകയാണ്. ഇതവരുടെ ഭാവിയെയും ബാധിക്കും. പ്ലസ് അവർ മറ്റുള്ളവരുടെ സമയത്തെയും പാഴാക്കാൻ കാരണമായി. ബാബ ഈ കാര്യങ്ങളെ നമുക്ക് ക്ലിയർ ആക്കി തന്നു. നമ്മൾ പരിശോധിക്കണം, നമ്മൾ എത്രത്തോളം മാതാവും പിതാവിൻ്റെയും സമീപത്തെത്തിയിട്ടുണ്ട്. എനിക്കെന്താണ് ഇനി ചെയ്യാനുള്ളത്? ബാബയുടെ അടുത്തെത്താൻ ഞാൻ എന്ത് ചെയ്യണം എന്നത് പരിശോധിക്കും. എത്രത്തോളം സമീപത്തെത്തുന്നു അത്രത്തോളം അനേകരുടെ സേവനം ചെയ്യാൻ ഞാൻ നിമിത്തമാകും. എത്രത്തോളം ആന്തരിക ശക്തി നമ്മളിലുണ്ടോ അത്രത്തോളം നമുക്ക് മറ്റുള്ളവരുടെ മനസ്സിലും പരിവർത്തനം കൊണ്ടുവരാൻ സാധിക്കും. ബാബ ഇതിനെക്കുറിച്ചും പറഞ്ഞു. ചില നക്ഷത്രങ്ങൾക്ക് ഈ കപ്പാസിറ്റി ഉണ്ട്. മറ്റുള്ളവരുടെ മനസ്സിനെയും ഹൃദയത്തെയും പരിവർത്തനപ്പെടുത്താൻ അവർക്ക് സാധിക്കും. നമ്മൾ സ്വാർത്ഥത നിറഞ്ഞ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണമല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം, ലൗകികത്തിൽ മനുഷ്യർ മറ്റുള്ളവരുടെ മനസ്സിനെ പ്രഭാവപ്പെടുത്തുന്നുണ്ടെങ്കിൽ കൂടുതലും ശ്രേഷ്ഠമായ കാര്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയല്ല അതൊന്നും ചെയ്യാറുള്ളത്. പലപ്പോഴും സ്വാർത്ഥത നിറഞ്ഞ ഉദ്ദേശം അതിൻ്റെ പിന്നിലുണ്ടാകാറുണ്ട്. പക്ഷേ ഈ കേസിൽ ബാബ പറഞ്ഞു, നിങ്ങളുടെ ശുദ്ധമായ സങ്കല്പങ്ങൾ, ഉയർന്ന ബോധം, ഇതിന് അനേകരുടെ മനസ്സിനെ പരിവർത്തനപ്പെടുത്താൻ സാധിക്കും. അനേകരെ ബാബയിലേക്ക് അടുപ്പിക്കാനും അവർക്ക് സാധിക്കും. അതുകൊണ്ട് എപ്പോഴും ഇത് ഓർമ്മയിലുണ്ടായിരിക്കണം. കേവലം നിങ്ങൾ ഭാഗ്യശാലികളും സ്നേഹികളുമായ നക്ഷത്രങ്ങളല്ല, അത് കോടിക്കണക്കിനുണ്ട്. എന്നാൽ ഞാൻ സഫലതാ നക്ഷത്രമാണ്. എൻ്റെ ജന്മസിദ്ധ അധികാരമാണ് സഫലത. ഈ ലഹരിയോടുകൂടി ഈ ശക്തി ബാബയിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് എല്ലാം നടക്കാൻ തുടങ്ങും. തീർത്തും സുഖകരമായിട്ടെല്ലാം നടക്കും. പിന്നീട് എന്തുകൊണ്ട്, എന്താണ് ഇങ്ങനെ അങ്ങനെ, ഇതൊന്നും വരില്ല നമ്മുടെ ഉള്ളിൽ. ഓരോ ആത്മാക്കളുടെയും സാഹചര്യത്തിൻ്റെയും മഹത്വത്തെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയാൽ, ചോദ്യം ചോദിക്കുന്നതിന് പകരം ആ ഓരോ കാര്യങ്ങളുടെ ഉള്ളിലുമുള്ള രഹസ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമേ അവർ ശ്രമിക്കുള്ളൂ. ആദ്യത്തെ കാര്യമാണ് തൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ ചോദ്യങ്ങൾക്കും പരിഹാരം നേടുക എന്നത്. രണ്ടാമത്തെ ചുവടാണ് മറ്റുള്ളവർക്കും പരിഹാരം കണ്ടുപിടിക്കാൻ നമ്മൾ സഹയോഗികളായിട്ട് മാറണം. പിന്നെ സുന്ദരമായ പേഴ്സണൽ മീറ്റിംഗ് ബാബ്ദാദയോടൊപ്പം നടക്കുകയുണ്ടായി. അവസാനം ബാബ ഗ്ലോബൽ കോപ്പറേഷൻ ഫോർ ബെറ്റർ വേൾഡ് എന്ന പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ചു. ആദ്യത്തെ ബാബയുടെ യജ്ഞത്തിൽ നടന്ന പ്രോജക്റ്റാണ് ഇൻ്റർനാഷണൽ മേജർ പ്രോജക്റ്റ് ആയിരുന്നു അത്. മില്യൺ മിനിറ്റ്സ് ഓഫ് പീസ് അപ്പിയൽ എന്നത്. അതായത് ഈ രണ്ടാമത്തെ പ്രോജക്റ്റ് നമ്മളെ കൊണ്ട് ഹോസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് ഐക്യരാഷ്ട്ര സംഘടനയായിരുന്നു.
നമുക്ക് ആ ലേബൽ തന്നെ അവർ തന്നിരുന്നു, പീസ് മെസ്സഞ്ചർ എന്ന്. അതിനുശേഷം പീസ് മെസ്സഞ്ചർ ഇനീഷ്യേറ്റീവ് എന്നൊരു പ്രോഗ്രാം നമ്മളെ കൊണ്ട് ചെയ്യാൻ അവർ പറഞ്ഞു. അങ്ങനെയാണ് ഈ ഗ്ലോബൽ കോപ്പറേഷൻ ഫോർ എ ബെറ്റർ വേൾഡ് എന്ന പ്രൊജക്റ്റ് നടന്നത്. ബാബ സുന്ദരമായിട്ട് ഞങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങളെ വിശദീകരിച്ചു. എങ്ങനെയാണ് ഓരോ പ്രോജക്റ്റ് ആ പ്രോജക്റ്റിൻ്റെ ഉള്ളിൽ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തത്, ആ ചെയ്ത കാര്യത്തെ അതിൻ്റെ ഡിസ്കഷൻ നടത്തിയത്, അതിൽ കുറേ ചേഞ്ചസ് കൊണ്ടുവന്നത്, നല്ല രസകരമായ കാര്യങ്ങളായിരുന്നു. അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, UK, പിന്നെ സദേൺ റീജിയൻ, പസഫിക് റീജിയൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. അതിനെല്ലാം ശേഷം ഗ്ലോബൽ കോപ്പറേഷൻ തുടങ്ങിയതിന് ശേഷമാണ് റഷ്യ വന്നത് ബോർഡിലേക്ക്. അതുവരയ്ക്കും റഷ്യയിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല. മില്യൺ മിനിറ്റ്സിൻ്റെ കാരണത്തിൽ ഞങ്ങൾക്കും ആ രാജ്യവുമായിട്ട് കോണ്ടാക്റ്റ് വന്നു. ഒഫീഷ്യൽ ഗവൺമെൻറ് ബോഡി തന്നെയാണ് ഈ പ്രോജക്റ്റിന് വേണ്ടി അവിടെ നിന്ന് കണക്റ്റ് ആയത്. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീസിൽ എല്ലാവരും, ഈ രാജ്യങ്ങളെല്ലാം കണക്റ്റഡ് ആയിരുന്നു. എന്നാൽ അപ്പോൾ വരയ്ക്കും റഷ്യയിൽ ഒഫീഷ്യൽ സെൻറ്ററോ BKSO ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് അവിടെ സേവനം തുടങ്ങിയത്. ഈ ഒരു പോയിന്റിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഇത്രയധികം കൾച്ചേഴ്സ് ഒരുമിച്ച് വരിക. ഈ പ്രാവശ്യം ഗ്ലോബൽ കോപ്പറേഷൻ നടക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഭാരതവും കൂടി ആഡായി. അതിലൂടെ ആ കാഴ്ച വളരെ വളരെ വ്യത്യസ്തമായിരുന്നു. ഭാരതത്തിലെ തന്നെ ഓരോ സ്റ്റേറ്റിലെയും കൾച്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ എത്ര കൾച്ചറാണ്. ഓൾറെഡി ഭാരതത്തിൻ്റെ കൾച്ചർ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അത്രയധികം വിഭിന്നമായ സംസ്കാരങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. മറ്റൊന്ന് ഇത്രയും രാജ്യങ്ങൾ ചേരും. അപ്പോൾ ചിന്തിച്ചു നോക്കുക, ആ ദൃശ്യം. വിവിധ മനോഭാവത്തിലുള്ളവരാണ്, ഓരോരുത്തരുടെ വീക്ഷണവും ഡിഫറെൻ്റാണ്. അതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരുപോലുള്ള റിസൾട്ട്, അത് ചിന്തിക്കൂ. നല്ല രസകരമായിരുന്നു എല്ലാം. ബാബയും സന്തുഷ്ടമായിരുന്നു. ബാബ പറഞ്ഞു, കുട്ടികളെ, നിങ്ങൾ എന്തെല്ലാം പദ്ധതികൾ ഉണ്ടാക്കുന്നുണ്ടോ എല്ലാം നടക്കുക തന്നെ ചെയ്യും. ഇതുവരെ എന്തെല്ലാം പ്ലാൻ ചെയ്തു അതെല്ലാം നടന്നിട്ടുണ്ട്, അതുപോലെ ഇതും നടക്കും. എന്നാൽ ബാബ ഇതുകൂടി കൂട്ടിച്ചേർത്തു. ബാബത് സ്പഷ്ടമാക്കിയത് ഇതാണ്: വളരെ നല്ല കാര്യമാണ്, സേവനത്തിന് വേണ്ടി കുട്ടികൾ തൻ്റെ ബുദ്ധിയെ ഉപയോഗിക്കുന്നുണ്ട്, പ്ലാനിങ് ചെയ്യുന്നുണ്ട്. ആരാണോ തൻ്റെ ബുദ്ധിയെ സർവീസിന് വേണ്ടി പ്ലാനിങ്ങിന് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഒരു ഭാഗത്ത് ബാബ കുട്ടികളുടെ ബുദ്ധിയെ പ്രശംസിച്ചു, പക്ഷെ മറുഭാഗത്ത് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഒരു ഭാഗത്ത് പ്ലാനിങ് ബുദ്ധി, പക്ഷെ മറ്റൊരു ഭാഗത്ത് പ്ലെയിൻ ആയിട്ടുള്ള മനസ്സുണ്ടായിരിക്കണം. ആ ഒരു യോഗത്തിൻ്റെ സ്റ്റേജാണ് നമുക്ക് ആവശ്യം. നമ്മൾ യോഗം ചെയ്യാനിരിക്കുമ്പോൾ ആ സേവനത്തിൻ്റെ പ്ലാനൊന്നും നമ്മുടെ ബുദ്ധിയിലേക്ക് വരരുത്. പ്രോഗ്രാംസിനെ കുറിച്ചോ പ്രൊജക്റ്റുകളെ കുറിച്ചോ ഓർമ്മിക്കരുത്. ആ സമയത്ത് ബാബ മാത്രമായിരിക്കണം ഉള്ളിൽ. ഈ ബാലൻസ് നിങ്ങൾക്ക് വയ്ക്കാൻ സാധിച്ചാൽ പ്ലാനിങ്ങും നടക്കണം, അതോടൊപ്പം ബാബയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാനും സാധിക്കണം. തൻ്റെ സ്ഥിതിയെ സ്റ്റേബിളാക്കാൻ വേണ്ടി നിങ്ങൾ സമയം കണ്ടുപിടിച്ച് യോഗവും ചെയ്യണം. പിന്നീട് നിങ്ങൾക്ക് ധാരാളം ആശീർവാദവും കിട്ടും. ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ബാലൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, പ്ലാനിങ് ബുദ്ധി വേണം, പ്ലെയിൻ ആയിട്ടുള്ള മനസ്സും, യോഗം ചെയ്യാനും സാധിക്കണം. ഇതിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആശീർവാദത്തിൻ്റെ പാത്രമായിട്ട് മാറാൻ സാധിക്കും. സേവനത്തിലും നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതിലൂടെ ഭണ്ഡാരയും ഭണ്ഡാരിയും ബാബയുടെ യജ്ഞം മുന്നോട്ട് പോകാൻ വേണ്ടി ഉള്ള സിസ്റ്റം ആയിക്കോട്ടെ,
ബാബയ്ക്കും ബാബയുടെ കുട്ടികൾക്ക് ബ്രഹ്മഭോജനം തയ്യാറാക്കുന്ന സ്ഥലമായിക്കോട്ടെ എല്ലാം എപ്പോഴും നിറവോടെ ഇരിക്കും, എപ്പോഴും തുറന്നിരിക്കും. ഭണ്ഡാര അർത്ഥം കിച്ചൺ. രാവിലെ 2:30-ക്കല്ലേ ബാബയുടെ കിച്ചൺ സേവനം തുടങ്ങുന്നത്. ആയിരക്കണക്കിന് പേർക്കാണ് ചായ തയ്യാറാക്കുന്നത്. ആ സമയത്ത് 3:30 ആകുമ്പോഴേക്കും ചായ റെഡിയായിട്ട് എത്തും. ആ 3:30 ആകുമ്പോഴേക്കും എല്ലാവർക്കും വരാം. അവരവർക്ക് ചായ വേണോ കോഫി വേണോ കുടിച്ച് ഫ്രഷായിട്ട് അമൃത് വേള ചെയ്യാൻ പോകാം. നോക്കൂ, രാവിലെ 2:30-ക്ക് തുടങ്ങി രാത്രി 11:30 വരെ നീളുന്ന സേവനമാണ് ഭണ്ഡാരയിൽ ഫുൾ ഡേ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രാക്ടിക്കലി നോക്കിയാൽ നോൺ സ്റ്റോപ്പ് സേവനമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ സേവനത്തിൻ്റെ ഭണ്ഡാര അത് സദാ തുറന്നിരിക്കും. അതുപോലെ അവസാനം വരയ്ക്കും നിങ്ങൾക്ക് ബ്ലെസ്സിങ്സും കിട്ടിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള സേവനം നടന്നുകൊണ്ടേയിരിക്കും. സേവനം മനസ്സുകൊണ്ട് ചെയ്യുന്നതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ബാബ. വാചാ സേവനം, കർമ്മണ സേവനം. മനസ്സുകൊണ്ടുള്ള സേവനം നോക്കൂ, തൻ്റെ ശക്തിശാലി ശ്രേഷ്ഠ സങ്കല്പങ്ങൾ സകാശിലൂടെ സേവനം ചെയ്യൂ. അതിലൂടെ ആന്തരികമായ സന്തുഷ്ടത നിങ്ങൾക്ക് അനുഭവപ്പെടും. അതുപോലെ നിങ്ങളുടെ ഓർമ്മ അനേകരിൽ എത്തിച്ചേരും, അവർക്ക് ശാന്തി കൊടുക്കും. ശബ്ദത്തിലൂടെ സേവനം ചെയ്താൽ അതും നല്ലതാണ്. ശരിയായ ബോധത്തിലാണ് സേവനം ചെയ്തതെങ്കിൽ അതാണ് ഏറ്റവും ഉയർന്ന സേവനം. കാരണം ആത്മാക്കൾക്ക് നിങ്ങൾ എന്തോ കൊടുക്കേണ്ടത് കൊടുത്തു. ബാബ കർമ്മണ സേവനത്തെക്കുറിച്ചും പറഞ്ഞു. ശരീരം കൊണ്ട് ചെയ്യുന്ന സേവനം ബാബ പറഞ്ഞു വളരെ ശ്രേഷ്ഠമായ സേവനത്തിൻ്റെ രൂപമാണ് കർമ്മണ സേവനം. ശരീരം കൊണ്ട് സേവനം ചെയ്യുമ്പോൾ ഇതിലൂടെ പ്രത്യക്ഷ ഫലം നിങ്ങൾക്ക് പ്രാപ്തമാകും. നിങ്ങൾ നന്നായിട്ട് ബ്രഹ്മഭോജനം ഉണ്ടാക്കി 10 പേർക്കോ 1000 പേർക്കോ 10,000 പേർക്കോ അവർ കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യും? ബ്രഹ്മഭോജനത്തിൻ്റെ സുഖം അനുഭവിക്കുമ്പോൾ അവർ അപ്രീഷിയേറ്റ് ചെയ്യും. ഒരു വ്യക്തി ഇരുന്ന് ഒരു ഭാഗത്ത് സ്പീച്ച് ചെയ്യുന്നു 1000 പേർക്ക്. പക്ഷെ ആരാണോ കർമ്മയോഗം ചെയ്യുന്നത് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അപ്രീസിയേഷൻ നടക്കുന്നത് എവിടെയാണ്? ആരാണോ ഇത്രയും പേർക്ക് ബ്രഹ്മഭോജനം സമയത്ത് തയ്യാറാക്കിയത്. മധുബനിലായിക്കോട്ടെ എവിടെയോ ആയിക്കോട്ടെ, പക്ഷെ സേവനം ചെയ്യുന്നവർക്ക് എത്ര ആശീർവാദമാണ് ഇത്രയും ബ്രാഹ്മണരിൽ നിന്ന് പ്രാപ്തമാക്കുന്നത്. ഫിസിക്കൽ എക്സസൈസ് യോഗത്തിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള കർമ്മയോഗമല്ലേ ചെയ്യുന്നത്. ബാബ നോക്കൂ, എല്ലാവരെയും അവരവരുടെ സ്വമാനത്തിലേക്ക് ഉയർത്തുകയാണ്, ശ്രേഷ്ഠ സ്വമാനത്തിലേക്ക് ഉയർത്തുകയാണ്. ആരും ചെറുതല്ല. കുട്ടികളെ, നിങ്ങൾ ചെയ്യുന്നത് വളരെ ഉയർന്നതാണ്, ചെയ്തുകൊണ്ടിരിക്കൂ എന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഓരോ കുട്ടിയെയും ബാബ എത്ര ശ്രദ്ധിക്കുന്നുണ്ട് എന്നത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും ബാബ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാ തരത്തിൽ സേവനം ചെയ്യുന്നവരെയും ബാബ കാണുന്നുണ്ട്. എല്ലാവർക്കും ബാബ വളരെയധികം സ്നേഹം നൽകുകയാണ്. എല്ലാവരുടെ സ്വമാനത്തെയും ബാബ ഉയർത്തുകയാണ്. ഇതായിരുന്നു വളരെ ചെറിയ ഒരു പേജ് മുരളിയായിരുന്നു അതിൻ്റെ മെയിൻ എസൻസ്. പിന്നെ ഗ്ലോബൽ കോപ്പറേഷൻ പ്രോഗ്രാമിനെ കുറിച്ചും ബാബ പറഞ്ഞിരുന്നു. ആക്ച്വലി ആ സേവനത്തിൻ്റെ വിജയം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ബാബ തൻ്റെ വിശേഷ ശ്രദ്ധ ഈ പ്രോജക്റ്റിൽ നൽകിയിരുന്നതുകൊണ്ടാണ്. എല്ലാം ഇതിൻ്റെ സേവനങ്ങൾ ആരംഭിച്ചത് മധുബനിൽ നിന്നാണ്. അതിൻ്റെ സേവനം മുന്നോട്ട് പോയതും മധുബനിലൂടെ തന്നെയാണ്. സേവനത്തിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് സ്വീകരിച്ചതും മധുബനിൽ നിന്നാണ്. ആ സേവനത്തിൻ്റെ ഓരോ ചുവടിലും മധുബനായിരുന്നു ഉണ്ടായിരുന്നത്. ബാബ ഉണ്ടായിരുന്നു. മധുബനിൽ നിന്നുള്ള എല്ലാ ദാദിമാരുടെയും വിശേഷിച്ചും ആ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നു.
വളരെ സുന്ദരമായ ഓർമ്മകളാണതെല്ലാം. ആർക്കെല്ലാം പേഴ്സണലി ബാബയുടെ കൂടെ കൂടിക്കാഴ്ച നടത്താനുള്ള അവസരം ആ സമയത്ത് പ്രാപ്തമായിട്ടുണ്ടോ, അതെല്ലാം വളരെ വാല്യുബിളായിട്ടുള്ള സ്മൃതികളാണ്. ഞാൻ ചിന്തിക്കുന്നു നിങ്ങളെ കുറേ പേര് ഭാഗ്യശാലി ആത്മാക്കളാണ്, നിങ്ങൾക്ക് ആ അവസരം കിട്ടിയവരാണ്. ഓം ശാന്തി. ദീദിയോട് ചോദിക്കുകയാണ്, ബാബ പറഞ്ഞ ആ ഗ്ലോബൽ കോപ്പറേഷൻ പ്രോജക്റ്റിനെ കുറിച്ച് പലർക്കും അറിയില്ല, അതിനെക്കുറിച്ചൊന്ന് സ്പഷ്ടമാക്കി തരാമോ? മില്യൺ മിനിറ്റ്സ് ആ പ്രോഗ്രാമിനെ കുറിച്ചും. ഓക്കെ. ഡിസംബർ 85 അവസാന സമയം. ഞങ്ങളപ്പോഴാണ് അറിഞ്ഞത് 1986 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആയിട്ട് പ്രഖ്യാപിച്ചു എന്നത്. NGOസിന് എല്ലാവർക്കും തൻ്റെ ഐഡിയാസ് സമർപ്പിക്കാനുള്ള അവസരം നൽകിയിരുന്നു. ഏത് പ്രൊജക്റ്റിൻ്റെ കാര്യം വേണമെങ്കിലും നമുക്ക് പങ്കുവെക്കാനുള്ള അവസരമുണ്ടായിരുന്നു. ഡിസംബറിൻ്റെ അവസാന സമയമായപ്പോൾ ഓസ്ട്രേലിയയിലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ BKs യാത്ര ചെയ്യുമായിരുന്നു. അവർ ബീച്ചിലേക്കൊരു ട്രിപ്പ് പോവുമായിരുന്നു. സമ്മർ ടൈമായിരുന്നു, ക്രിസ്മസ് ടൈമായിരുന്നു. അതിലുണ്ടായിരുന്ന ഒരു സഹോദരൻ പെട്ടെന്ന് പറഞ്ഞു, മില്യൺ മിനിറ്റ്സ് ഓഫ് പീസ്. അത് വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ഫ്രേസായിരുന്നു. പിന്നീട് ബാബയുടെ വിദേശ സേവനത്തിൽ നിങ്ങൾക്കറിയാം, റീജിയണൽ കോർഡിനേറ്റേഴ്സ് എന്നാണ് അവരെ പറയുക. അതിൽ ബ്രദർ ചാർലി ജോയിൻ ആയി. പിന്നീട് ഫുള്ളി സേവനത്തിൽ ഡെഡിക്കേറ്റഡ് ഒന്നും ആയിരുന്നില്ല ആ സമയത്ത്. പക്ഷേ UN ഓഫീസ് അറിയാമായിരുന്നു, ദാദിജിയുടെ ലണ്ടനിലെ ഓഫീസ് അറിയാമായിരുന്നു. ഇത് മെല്ലാം കണക്റ്റഡ് ആയിരുന്നു ചാർലി ഭായ്. ആ സമയത്ത് ചാർലി ഭായാണ് ഈ മെസ്സേജ് അയച്ചത്, ഇങ്ങനെ ഒരു സഹോദരന് ഒരു ഐഡിയ ഉണ്ട് എന്ന്. മില്യൺ മിനിറ്റ്സ് ഓഫ് പീസ് എന്ന ടോപ്പിക്കുമായി കണക്റ്റഡ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യാം എന്നൊരു ഐഡിയ തന്നു. ഞാൻ ഉടൻ തന്നെ ചാർലി ഭായെ ഫോൺ ചെയ്ത് സംസാരിച്ചു. പക്ഷെ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ആവുക, ഇതെന്ത് തരത്തിലുള്ള പ്രോജക്റ്റാണ്? അപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ ഡീറ്റെയിൽഡായിട്ട് ചിന്തിച്ചിട്ടില്ല, ഇതുവരയ്ക്കും അതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. UN ഓഫീസ് ഉണ്ടായിരുന്നു, ബാബയുടെ ഓഫീസ് അവിടെ ഉണ്ട്. പക്ഷേ അവിടെ എല്ലാവരും പലതരത്തിലുള്ള സേവനത്തിൽ ബിസി ആയിരുന്നു. അതുകൊണ്ട് ആരും ഈ വിഷയത്തിൽ ശ്രദ്ധ കൊടുത്തിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിലെ കുറച്ച് പേര് ലണ്ടനിൽ ഒരുമിച്ച് കൂടിയിരുന്നു. പക്ഷേ ആ പറഞ്ഞിരുന്ന ഐഡിയ വെച്ചുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഡിസ്കഷൻ നടത്തി. അതിനു മുമ്പുണ്ടായിരുന്ന വർഷം അവർ ചെയ്തിരുന്ന പ്രോജക്റ്റ് ഇതായിരുന്നു, അപ്പീൽ ഫോർ ആഫ്രിക്ക എന്ന പ്രോജക്റ്റായിരുന്നു. ആ സമയത്ത് ഒരു ഫേമസ് ആയിട്ടുള്ള ബാൻഡ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവർ എല്ലായിടത്തും യാത്ര ചെയ്തുകൊണ്ട് അവിടെയുള്ള ദാരിദ്ര്യം, അതുപോലെ അവിടെ കഷ്ടം എന്തെല്ലാം ആളുകൾക്കുണ്ടായിരുന്നോ അത് പരിഹരിക്കാൻ വേണ്ടി ഈ മണി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാൻഡ് ഗ്രൂപ്പ്, അതെല്ലാം ആ പ്രോജക്റ്റിലുണ്ടായിരുന്നു ഭാഗമായിട്ട്. അങ്ങനെ ആഫ്രിക്ക, എത്യോപ്യയ്ക്ക് ഡൊണേഷൻ കൊടുക്കാൻ തയ്യാറായ ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അവരും ഇതിൽ ഈ സേവനം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കഴിഞ്ഞ വർഷം, മുമ്പത്തെ വർഷം ചെയ്ത ആ ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ഞങ്ങളോട്, ആളുകൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവർക്കും കൊടുക്കാൻ ഇഷ്ടമാണ്. അത് ദൈവമാണെങ്കിലും പ്രപഞ്ചശക്തിയാണെങ്കിലും ഭാഗ്യമാണെങ്കിലും തനിക്കതിൻ്റെ പുണ്യം തിരിച്ചു കിട്ടും. അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ധനസഹായം ചെയ്യുക എന്നത് പറയാൻ സാധിക്കില്ല, കാരണം ബാബയുടെ സേവനം അങ്ങനെയുള്ള ഒന്നും ആയിരുന്നില്ലല്ലോ. പക്ഷേ ആളുകളെ കൊണ്ട് ധനത്തിന് പകരം എന്ത് ഡൊണേറ്റ് ചെയ്യാൻ പറയും, അതായി ചിന്ത. ആ സമയത്ത് നോക്കൂ, ബാബ കൂടെ തന്നെയുണ്ട്, ദാദിമാരുടെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് അങ്ങനൊരു ഐഡിയ ഉണ്ടായത്. നമുക്ക് എല്ലാവരോടും ഈ ഒരു കാര്യം ഡൊണേറ്റ് ചെയ്യാൻ പറയാം. സൈലൻസിൻ്റെ 1 മിനിറ്റ് അത് ഓരോരുത്തരോടും ഡൊണേറ്റ് ചെയ്യാൻ പറയാം എന്നൊരു ഐഡിയ ഞങ്ങൾ കണ്ടുപിടിച്ചു. തീർച്ചയായും വെസ്റ്റേൺ യൂറോപ്പ്, UK അവിടെയെല്ലാം ഗോഡ് എന്നൊരു ചിത്രം ഇല്ലാത്തൊരു സ്ഥലമാണ് കൂടുതലും അവിടെയുള്ള ആളുകളിൽ.
ചില രാജ്യങ്ങളിലെല്ലാം പ്രേയേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. ചില രാജ്യങ്ങളിൽ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ചിലയിടങ്ങളിൽ ഒന്നുമില്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഇതാണ്: മിനിറ്റ്സ് ഓഫ് സൈലൻസ് ഡൊണേറ്റ് ചെയ്യിപ്പിക്കാം. ശാന്തിക്ക് വേണ്ടി അത് ഡൊണേറ്റ് ചെയ്യിപ്പിക്കാം. പ്രെയർ ചെയ്താലും മെഡിറ്റേഷൻ ചെയ്താലും പോസിറ്റീവ് തോട്ട്സിലൂടെ ആണെങ്കിലും ചെയ്യിപ്പിക്കാം. ഞങ്ങൾ ഈ 3 കാര്യങ്ങളാണ് അതിൽ എഴുതിയത്. നോക്കൂ, ബില്യൺ പ്ലസ് മിനിറ്റ്സാണ് കളക്ഷൻ ചെയ്തത്. 88 രാജ്യങ്ങളിലേക്ക് ബാബയുടെ ഈ സേവനം വ്യാപിച്ചു. ബോർഡിൽ ആക്ച്വലി നോക്കിയാൽ 60 രാജ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അത്ര സ്ഥലത്തേക്ക് ഇത് എത്തിച്ചേരുമായിരുന്നുള്ളൂ. പക്ഷെ ബാബയുടെ സേവനം വൈഡ് സ്പ്രെഡ് ആയിരുന്നു ആ സമയത്ത്. അങ്ങനെയാണ് 88 രാജ്യങ്ങളിലേക്ക് ഈ സേവനം സ്പ്രെഡായത്. അതിൻ്റെ പരിണിത ഫലമായി അതിൽ ഒത്തിരി ഡിസ്കഷൻസും കാര്യങ്ങളും നടന്നു. ജസ്റ്റ് അതിൻ്റെ ഒരു ഓവറോൾ പിക്ചർ മാത്രമാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ഡേ ഓഫ് പീസ്, അതുപോലെ UN ഡേ ഓഫ് പീസ്, ആ 2 ഡേയുടെയും ഇടയിലുള്ള സമയത്തെ ഞങ്ങൾ ഉപയോഗിച്ചു. എല്ലാവരും സൈലൻസ്, അവരവരുടെ മിനിറ്റ്സ് ഓഫ് സൈലൻസ് സമർപ്പിക്കാൻ വേണ്ടി അവരുടെ അത് കളക്ട് ചെയ്യാനുള്ള ഒരു ടൈമായിട്ട് ഞങ്ങൾ ചൂസ് ചെയ്തത് ഈ ടൈമായിരുന്നു. വളരെ അത്ഭുതകരമായൊരു അനുഭവമായിരുന്നു. ആ സമയത്ത് 3 പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ലീഡേഴ്സ് ഇത് ചെയ്തിരുന്നു. അവരുടെ കോൺഫറൻസുകൾ കാര്യങ്ങളുണ്ടായിരുന്നു. എല്ലാം അവർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മിനിറ്റ്സ് ഓഫ് സൈലൻസ് വെച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പാർലമെൻറ്റ് അത് അക്സെപ്റ്റ് ചെയ്തിരുന്നു. സ്കൂൾ അസംബ്ലികളിൽ എല്ലാവരും ചെയ്യിപ്പിച്ചിരുന്നു. അങ്ങനെ നല്ലൊരു നമ്പർ കളക്ഷനിലേക്ക് വന്നിരുന്നു. പക്ഷെ ആ സമയത്ത് ഭാരതം മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല ഇതിൽ. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീസിൽ നടന്ന ഏറ്റവും വലിയ പ്രോഗ്രാമായിരുന്നു ഇത്, പ്രോജക്റ്റായിരുന്നു. NGO ചെയ്ത പ്രൊജക്റ്റുകളിൽ ഏറ്റവും വലുതായിരുന്നു അത്. ഞങ്ങളെല്ലാവരും അപ്പോഴേക്കും വളരെ ക്ഷീണിച്ചു പോയിരുന്നു. അത് കഴിയുമ്പോഴേക്കും വളരെ വലിയ ഫിനാലെ ഉണ്ടായിരുന്നു. ഹൗസ് ഓഫ് പാർലമെൻറ്റ്സിൽ വെച്ചിട്ടാണ് നടന്നത് ഇനോഗ്രേഷൻ. പിന്നെ ന്യൂയോർക്കിൽ വെച്ചിട്ടായിരുന്നു ഫിനാലെ നടന്നത്. കെനൻ കാസൻ വളരെ ക്ലോസ് ആയിട്ട് മാറിയത് അവിടെ വെച്ചിട്ടാണ് ഇതിൻ്റെ ഫിനാലയിൽ. ഇപ്പോൾ വരയ്ക്കും ബാബയുടെ സേവനത്തിൽ അത്ഭുതകരമായ റോള് അവരിപ്പോഴും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ അത്ഭുതകരമായ സേവനമാണ് നടന്നത്. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ സേവനം കഴിയുമ്പോഴേക്കും ക്ഷീണിച്ചു പോയിരുന്നു എല്ലാവരും. വളരെ എക്സ്ക്ലൂസീവായൊരു സ്ഥലത്ത് തന്നെ ലണ്ടനിൽ ഞങ്ങൾക്ക് ഒരാൾ സേവനത്തിന് വേണ്ടി ഒരു ഫ്ലാറ്റ് നൽകിയിരുന്നു. എത്ര സമയം വേണോ യൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് നൽകിയിരുന്നു ഈ പ്രോജക്റ്റിന് വേണ്ടി. അതായിരുന്നു ഞങ്ങൾക്ക് ഓഫീസായിരുന്നത്. 7 പീസ് മെസ്സഞ്ചർ അവാർഡ്സാണ് നമുക്ക് ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് പ്രാപ്തമായത്. 1 ഇൻ്റർനാഷണൽ അവാർഡാണ് കിട്ടിയത് മൗണ്ട് അബുവിന് വേണ്ടിയിട്ട്. പ്രകാശ് മണി ദാദിജി ന്യൂയോർക്കിലേക്ക് വന്നിരുന്നു ഇത് സ്വീകരിക്കാൻ. 6 മറ്റു രാജ്യങ്ങൾ: ബ്രസീൽ, ട്രിനിഡാഡ്, UK, മൊറീഷ്യസ്, കോസ്റ്ററീക്ക, ഓസ്ട്രേലിയ, മറ്റ് രാജ്യങ്ങൾക്കാണ് ഇൻഡിവിജ്വലായിട്ട് പീസ് മെസ്സഞ്ചർ അവാർഡ് കിട്ടിയത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ജനറൽ ആരായിരുന്നു പീസ് സ്റ്റഡി യൂണിറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന മെയിൻ ആൾ, അദ്ദേഹത്തെ മധുബനിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിരുന്നു ഒരു കോൺഫറൻസിന് വേണ്ടിയിട്ട്. അങ്ങനെ ദാദിയെ കാണണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു. 3 ദാദിമാരും അവിടെ ഉണ്ടായിരുന്നു. സിസ്റ്റർ ഗായത്രി, ഞാനും ഉണ്ടായിരുന്നു അവിടെ. മോയിനി ബെൻ, ഡോക്ടർ നിർമ്മല, എല്ലാവരും ഉണ്ടായിരുന്നു. നല്ലൊരു പ്രോഗ്രാമായിരുന്നു. ദാദിജി മീറ്റിംഗ് ഹാൾ പാണ്ഡവഭവനിൽ അവിടെയായിരുന്നു. അദ്ദേഹം ദാദിജിയോട് എന്താണ് പറഞ്ഞതെന്നാൽ, ഐക്യരാഷ്ട്ര സംഘടന എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരു പീസ് മെസ്സഞ്ചർ ഇനീഷ്യേറ്റീവ് ചെയ്യാൻ ബ്രഹ്മകുമാരീസിന് സാധിക്കുമോ എന്ന് ചോദിക്കാൻ. ഞങ്ങളെ നോക്കി. ഞങ്ങളാണെങ്കിലും ഈ പ്രോഗ്രാം കഴിഞ്ഞ് അതിൻ്റെ ഒരു അത് അവസാനിച്ചതല്ലുള്ളൂ, ആ ഒരു അവസ്ഥയിലായിരുന്നു. ദാദി പരസ്പരം നോക്കി. ഞങ്ങൾ എന്താണ് പറയാൻ പോകുന്നത് എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷേ ദാദിമാരെന്തു പറയും എന്നത് കേൾക്കാൻ അദ്ദേഹം ഉത്സുകനായിട്ട് നിന്നു. ദാദി പറഞ്ഞു, തീർച്ചയായും ഞങ്ങളെപ്പോഴും ഏത് സേവനത്തിനും അവസരത്തിനും ചെയ്യാം എന്ന് മാത്രമേ പറയാറുള്ളൂ. ഞങ്ങൾ ഒരിക്കലും ഇല്ല എന്ന് പറയാറില്ല. അത് കേട്ടത് ഞങ്ങൾ സ്റ്റക്കായിപ്പോയി.
ഇത് 87 കാര്യമാണ്. ആ വർഷം മുതൽ നിങ്ങൾ ബാബയുടെ മുരളി കേട്ടിട്ടുണ്ടാവും, ഗ്ലോബൽ കോപ്പറേഷൻ ഫോർ എ ബെറ്റർ വേൾഡ്. അതിനെ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത് സുഖമൈ സൻസാർ, എല്ലാവരുടെയും സഹയോഗത്തിലൂടെ സുഖം നിറഞ്ഞ ലോകം എന്നാണ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തത് ഹിന്ദിയിലേക്ക്. ഡിഫറെൻറ്റ് ട്രാൻസ്ലേഷനാണ്, പക്ഷെ ആ വാക്കുകളാണ് ഉപയോഗിച്ചത്. ഒത്തിരി ഡിസ്കഷൻ ഇതിൻ്റെ പേരിൽ നടന്നിരുന്നു. ബാബ ഇൻസ്ട്രക്ഷൻ തന്നിരുന്നു, നിങ്ങളൊരു ബാങ്ക് ആരംഭിക്കൂ എന്ന്. ആ സമയത്താണെങ്കിൽ ബാങ്ക് ആളുകൾക്കും വളരെ ടഫായിട്ടുള്ളൊരു ടൈമാണ് കൊടുത്തിരുന്നത്. ടൈം ടു ടൈം അത് നടക്കാറുണ്ട്, പക്ഷെ ആ സമയത്ത് അതങ്ങനെയായിരുന്നു. എന്തുണ്ടായെന്നാൽ ബാബയിൽ നിന്ന് അങ്ങനെ ഒരു മെസ്സേജ് കിട്ടി. ഗുൽസാർ ദാദി എന്നെ കണ്ടു, അപ്പോഴേക്കും ഞാൻ ലണ്ടനിലെത്തിയിരുന്നു. ബാബ പറഞ്ഞത് ഇതായിരുന്നു, ഏതെങ്കിലും ഒരു തരത്തിലുള്ള ബാങ്ക് വേണം, അവിടെ നിങ്ങൾ എന്തെങ്കിലും സ്വരൂപിച്ചു വെക്കണം എന്ന് ബാബ പറഞ്ഞു. ആർക്കും ബാങ്ക് എന്നുള്ളത് കേൾക്കുമ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഗുൽസാർ ദാദി റെസ്പോൺസ് ഇതായിരുന്നു. പക്ഷെ ദാദി പറഞ്ഞത് ഇല്ല, ബാബ ഇത് തന്നെയാണ് പറഞ്ഞത്, ബാങ്ക് തുറക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ആ ഒരു ഐഡിയയിലേക്ക് വന്നു. ഏത് തരത്തിലുള്ള സഹകരണമാണ് മനുഷ്യർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അതിലൂടെ വന്ന ഐഡിയ ഇതായിരുന്നു, അവരവരുടെ സുഖം നിറഞ്ഞൊരു ലോകത്തിന് വേണ്ടിയുള്ള ഓരോരുത്തരുടെയും വീക്ഷണം ഉണ്ടാകുമല്ലോ, വിഷൻ, അത് കണ്ടുപിടിക്കണം. 2, ആ സുഖം നിറഞ്ഞ സുന്ദരമായ ലോകത്തിലുള്ള മനുഷ്യരുടെ ഇടയിലുള്ള വ്യവഹാരം എങ്ങനെയായിരിക്കും, ബന്ധം. 3, ആ സുന്ദരമായ ലോകത്തിൽ അവരെ എങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? ഈ 3 ചോദ്യങ്ങളുടെ ആധാരത്തിൽ അവരതിനെക്കുറിച്ച് ഷെയർ ചെയ്യണം, അവരുടെ വിഷൻസ്. അതാണ് ഈ ഗ്ലോബൽ കോപ്പറേഷൻ എന്ന് പറയുന്ന ബാങ്കിലേക്ക് അവർ ഓരോരുത്തരും ചെയ്യുന്ന നിക്ഷേപം. ഇതായിരിക്കും. ചിന്തിച്ചു നോക്കൂ, ഇതിലൂടെ പലതരത്തിലുള്ള ഡിസ്കഷൻസ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ഡിസ്കഷൻസും നടന്നിട്ടുണ്ട്. ബാബ പറഞ്ഞിരുന്നു, കുട്ടികളെ 4 മണിക്കൂറെല്ലാം നിങ്ങൾ ഇതിനെക്കുറിച്ചിരുന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാബയുടെ ഓർമ്മയിലിരുന്ന് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂറേ വേണ്ടി വരുള്ളൂ. ഞങ്ങളത് മുന്നോട്ട് പോകവേ ശരിയാക്കി കൊണ്ടുവന്നു. പക്ഷേ ബാബ പറഞ്ഞതുപോലെ പ്രോപ്പറായിട്ട് വരാൻ കുറച്ച് സമയമെടുത്തു. പക്ഷേ ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലാണ് നടന്നിരുന്നത് മീറ്റിംഗ്. ആ ഗ്രൂപ്പുകൾക്കുള്ളിൽ ഒരു ഗോൾഡൻ റൂൾ ഞങ്ങൾ കൊടുത്തിരുന്നു. അതായത് പോസിറ്റീവായ ലാംഗ്വേജ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന ഗോൾഡൻ റൂൾ. ഉദാഹരണത്തിന്, അഥവാ എൻ്റെ ഉള്ളിലുള്ള വിഷൻ ഇതാണ്, യുദ്ധമില്ലാത്തൊരു രാജ്യം വേണം. അതുപോലൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്, യുദ്ധമില്ലാത്തൊരു രാജ്യം വേണം എന്നതുപോലും. അതിനെ ടേൺ ഇറ്റ് അറൗണ്ട്. എന്നിട്ട് എന്ത് പറയണം? എൻ്റെ വിഷനാണ് ഒരു പീസ്ഫുള്ളായിട്ടുള്ള വേൾഡ് വേണം. വളരെ അത്ഭുതകരമായിരുന്നു. ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ, 6-8 പേരുള്ള ഗ്രൂപ്പ് ഉണ്ടാകും. സർക്കിളായിട്ട് അവർ ഇരിക്കും. 20 മിനിറ്റ്സൊക്കെ എടുക്കുമായിരുന്നു. കുറച്ചും കൂടി സമയം ചിലർക്ക് എടുക്കുമായിരുന്നു. അവർക്കത് മനസ്സിലാക്കാൻ തന്നെ ടൈം എടുക്കുമായിരുന്നു. പോസിറ്റീവ് വിഷൻ എന്താണ്, നെഗറ്റീവ് വിഷൻ എന്താണ്, അത് ക്ലിയറാക്കി കൊടുക്കാനും അവർക്കത് മനസ്സിലാക്കാൻ തന്നെ ടൈം എടുക്കുമായിരുന്നു. അത്ഭുതം തോന്നുന്നില്ല ഇത് കേൾക്കുമ്പോൾ? ഇത് ആക്ച്വൽ എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ ഗോൾഡൻ റൂൾ ഇതായിരുന്നു, നെഗറ്റീവ് ലാംഗ്വേജ് ഒരിക്കലും ഉപയോഗിക്കരുത്. മറ്റൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു സുന്ദരമായ സുഖം നിറഞ്ഞ ലോകത്തെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഇന്ന് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഗ്രീസിലുള്ളൊരു ഫാമിലി ഉണ്ടായിരുന്നു. അവിടെ എത്ര പേരാണ് അവരുടെ കുടുംബത്തിലുള്ളത്? സുന്ദരമായ ഒരു കുടുംബമാണ്, ഹാപ്പി ഫാമിലിയാണ്. അവർ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്തു. നിങ്ങൾക്ക് എന്ത് ആക്ഷനാണ് ഇന്ന് ചെയ്യാൻ സാധിക്കുക ഒരു ബെറ്റർ വേൾഡിന് വേണ്ടി എന്ന ക്വസ്റ്റ്യൻ അവരോടും ചോദിച്ചിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ ഒരു പ്ലാൻ കൊണ്ടാണ് വന്നത്. അവരവരുടെ വീട്ടിൽ അങ്ങനെ ഒരു റൂം സെറ്റ് ചെയ്യും. ഈവനിങ്ങിൽ അവരെല്ലാവരും കൂടി ചേരുന്ന ഒരു റൂമുണ്ട്. അതിനെ നോ കംപ്ലൈൻറ്റ് സോൺ എന്ന പേരിൽ അവർ സെറ്റ് ചെയ്തു. സന്തോഷം നിറഞ്ഞ കോൺവെർസേഷൻ മാത്രമേ നടക്കുള്ളൂ. ബ്രില്യൻ്റ് ഐഡിയ. പിന്നെ ജപ്പാനിലൊരു സഹോദരി ഉണ്ടായിരുന്നു. അവരെഴുതിയത് ഇതാണ്: ഗ്രീൻ സ്പേസ്, ഗ്രീൻ ഏരിയ, സുന്ദരമായ എൻവയോൺമെൻറ്റ്,
അവരുടെ കൾച്ചറും ജോഗ്രഫിയൊക്കെ നമുക്കറിയാമല്ലോ, അതുകൊണ്ടാണ് അങ്ങനത്തെ ഐഡിയ വന്നത്. ക്വസ്റ്റ്യൻ അവരോടും ചോദിച്ചു, നിങ്ങൾക്ക് അതിനെ പ്രാക്ടിക്കലാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അവർ പറഞ്ഞത് ഇതാണ്: ഞാൻ വീടിൻ്റെ ഒരു കോർണർ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പോകുന്നു. അതെനിക്ക് വേണ്ടി മാത്രമായിരിക്കും. അവിടെ എനിക്ക് കംപ്ലീറ്റ് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും. എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് സ്വപ്നം കാണാൻ പറ്റും. ഒരു ബെറ്റർ വേൾഡിന് വേണ്ടി എനിക്ക് ഡ്രീം ചെയ്യാൻ സാധിക്കും. ചിന്തിച്ച് നോക്കൂ, അവിടെ വേറെ സ്പേസ് ഒന്നും കിട്ടില്ല. പക്ഷെ ഉള്ള റൂമിൽ തന്നെ അവർ കർട്ടൻ സെറ്റ് ചെയ്ത് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാക്കിയതാണ് അവർക്ക് വേണ്ടിയിട്ട്. ബ്രസീലിലെ കുറച്ച് ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, മറ്റുള്ളവരുടെ ഇപ്പോൾ ഈ പെയിൻറ്റിങ്ങിന് പോകുന്നവരും അങ്ങനെയുള്ള ആൾക്കാർ, അപ്പോൾ അവർ പറഞ്ഞു മറ്റുള്ളവരുടെ ബ്രഷുകളെ മോഷ്ടിക്കുക. അതൊരു രസകരമായ കാര്യമായിരുന്നു അവർക്ക്. അത് ചെയ്യാതെ പരസ്പരം കോപ്പറേറ്റ് ചെയ്തു പോവും. മറ്റുള്ളവർക്ക് ഞാൻ വിതരണം ചെയ്യുന്നവരായിട്ട് മാറും. സുന്ദരമായ ഐഡിയാസാണ് പലരും പറഞ്ഞത്. വളരെ ഹൃദയസ്പർശി അഭിപ്രായങ്ങൾ ഓരോരുത്തരും പറഞ്ഞു. ആ വിഷൻസ് എല്ലാം വളരെ ശക്തിശാലിയായിരുന്നു. ഞങ്ങൾക്കൊരു ഇൻ്റർനാഷണൽ കമ്മിറ്റി ആ സമയത്ത് ഉണ്ടായിരുന്നു. ഓരോ രാജ്യത്തിലും നാഷണൽ കമ്മിറ്റി ഉണ്ടായിരുന്നു. ധാരാളം ബ്രാഹ്മിൺ സോൾസും അല്ലാത്തവരും ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പുകളിൽ. ഒത്തിരി രാജ്യങ്ങളിലെ രാജ്ഞിമാരും രാജകുമാരന്മാരും രാജകുമാരിമാരടക്കം ഉണ്ടായിരുന്നു. ഫുൾ പ്രോജക്റ്റിൽ എല്ലാ ടൈപ്പിലുള്ള ആളുകളും ജോയിൻ ആയിരുന്നു. സ്പെയിനിലെ രാജ്ഞി ദാദി പ്രകാശ് മണിജിയെ ഇൻവൈറ്റ് ചെയ്തിരുന്നു അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ. ദാദി വിദേശത്തിലേക്ക് വന്നിരുന്നു. അത്ഭുതകരമായ കാര്യങ്ങളായിരുന്നു നടന്നത്. ബാബയുടെ അത്ഭുതം കാണാമായിരുന്നു. എത്ര സ്മൂത്തായിട്ടാണ് ബാബ തൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ബാബ പറയാറില്ലേ, എന്തെങ്കിലും കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് തോന്നുന്നുവെങ്കിൽ അത് ബാബയ്ക്ക് സമർപ്പിക്കൂ എന്ന്. ബാബയോട് പറയൂ, ബാബ സംരക്ഷിക്കുക തന്നെ ചെയ്യും, ടേക്ക് കെയർ ചെയ്യും. അത്ഭുതകരമായ കാര്യമാണ് നടന്നുകൊണ്ടിരുന്നത്. ഹൗസ് ഓഫ് പാർലമെൻറ്റിൽ വെച്ചാണ് ലോഞ്ച് നടന്നത്. ടോപ്പ് സെലിബ്രിറ്റീസ് പങ്കെടുത്ത പ്രോഗ്രാമായിരുന്നു അത്. അത്ഭുതകരമായ കാര്യമാണ് നടന്നത്. ഇതിലൂടെ വന്ന റെസ്പോൺസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പീപ്പിൾസ് വിഷനാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. പ്രൊജക്റ്റ് മുന്നോട്ട് പോയി. വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോജക്റ്റായിരുന്നു. അതുകൊണ്ട് എല്ലായിടത്തു നിന്നും നല്ല അപ്രൂവലായിരുന്നു. അപ്പം അതിലിങ്ങനെയായിരുന്നു, അവർ ബെറ്റർ വേൾഡിന് വേണ്ടി എന്താണോ അവരുടെ വിഷൻ അതിനെ ബേസ് ചെയ്ത് അവർക്ക് പാട്ട് പാടാം, അതുപോലെ പോയംസ് എഴുതാം, അതുപോലെ ഡ്രോയിങ് ചെയ്യാം, നൃത്തം ചെയ്യാം, പ്രോഗ്രാം നടത്താം. ഫിനാലയിൽ പല കാര്യങ്ങളും ആഡായിരുന്നു. സുന്ദരമായ കാര്യങ്ങളായിരുന്നു നടന്നത്. ഒത്തിരി മാസങ്ങളെടുത്തു ഇതെല്ലാം കണ്ടുപിടിക്കാനും ഒരു സമ്മറിയിലേക്ക് എത്താൻ. അതാണ് ഗ്ലോബൽ വിഷനായിട്ട് അവസാനം സാരമായിട്ട് എടുത്തത്, സാരത്തിലേക്ക്. അക്രോസ് ദ വേൾഡ് ആരൊക്കെ പേട്രൺസ് ആയിരുന്നു അവരെല്ലാവരും മധുബനിലേക്ക് വന്നിരുന്നു. USA നിന്ന് വന്നിരുന്നു, ഫിലിപ്പീൻസിൽ നിന്ന് വന്നിരുന്നു. ഫുൾ വേൾഡിൽ നിന്നുള്ളവർ അവിടെ എത്തിയിരുന്നു. പിന്നീട് വളരെ അത്ഭുതകരമായൊരു ഗാദറിംഗ് ആയിരുന്നു. ബാബയുടെ മുന്നിലും അവർ ഇരുന്നു. എല്ലാവരും വന്നവരെല്ലാം ബാബയുടെ മുന്നിൽ കൊണ്ടുപോയി. ശക്തിശാലിയായ സംഭവങ്ങളാണ് ആ സമയത്ത് നടന്നത്. ബാബ കേവലം ഓരോരുത്തർക്ക് ബ്ലെസ്സിങ്സ് കൊടുക്കുക എന്നത് മാത്രമല്ല നടന്നത്. മുന്നോട്ട് പോകാനുള്ള ബൂസ്റ്റ് ബാബ കൊടുത്തു, ശക്തിശാലികളാക്കി മാറ്റി. പക്ഷെ ബാബയുടെ വിഷൻ വളരെ ഫോക്കസ്ഡ് ആയിരുന്നു വിദേശത്തിലെ സേവനത്തെക്കുറിച്ച്, വിശ്വത്തിൻ്റെ സേവനത്തിൽ. ആ സമയത്ത് ഭാരതത്തിലൊക്കെ ബാബയുടെ സേവ നന്നായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ബാബ തന്നെ എന്ത് ചെയ്തു, വിശ്വം മുഴുവനുള്ള സേവനത്തിന് വേണ്ടി പദ്ധതികൾ ഞങ്ങൾക്കുണ്ടാക്കി തന്നുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം ഇത്ര വേഗതയിൽ മുന്നോട്ട് പോയത്. ഇതാണ് ആ സേവനത്തിൻ്റെ ചെറിയൊരു മിന്നലാട്ടം എന്ന് പറയാം. ജസ്റ്റ് ഒന്ന് നിങ്ങളെ കേൾപ്പിച്ചു എന്ന് മാത്രം. പക്ഷേ ഈ പ്രോഗ്രാമിൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് വായിച്ചാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാകും. നാഷണൽ ഓഫീസുകളിൽ ഓരോ രാജ്യത്തിലും ആ പ്രോജക്റ്റിൻ്റെ ബുക്ക് ഉണ്ടാകും. നിങ്ങൾക്കതിലൂടെ
നോക്കാൻ സാധിക്കും പ്രോഗ്രാം പ്രോജക്റ്റ് എങ്ങനെയായിരുന്നു എന്ന്. താങ്ക് യു സോ മച്ച് ദീദി. അതുമായി ബന്ധപ്പെട്ട് ബാബ ഇന്നത്തെ മുരളിയിൽ പറഞ്ഞിരുന്നു, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ബാബ അതിനെ ഈസിയാക്കി മാറ്റും. തൻ്റെ ബുദ്ധിയെ ഉപയോഗിക്കാൻ കഴിയുന്നതും ഒരു ബ്ലെസ്സിങ് ആണെന്ന് ബാബ പറഞ്ഞിരുന്നു. പക്ഷെ ജയന്തി ദീദി, ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുന്ന ഇതാണ്, ആരാണോ ജ്ഞാനത്തിൽ കൂടുതൽ തൻ്റെ ബുദ്ധിയെ ഉപയോഗിക്കുന്നത് പലപ്പോഴും ട്രാക്ക് മാറിപ്പോകാറുണ്ട്. ഓവർ ബുദ്ധി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഓവർ സ്മാർട്ട്, ടു സ്മാർട്ടായിട്ട് മാറും ബുദ്ധി. പിന്നെ ബാബയെ ഉപേക്ഷിച്ച് തന്നെ പോകുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത് കാണാറുണ്ട്. കുറച്ച് മുമ്പ് ഇതിനെക്കുറിച്ചുള്ള കാര്യം നമ്മൾ സംസാരിച്ചിരുന്നു. ബാബ പറഞ്ഞത് ഇതാണല്ലോ, സേവനത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി തീർച്ചയായും പദ്ധതികൾ നിങ്ങൾക്കുണ്ടാക്കാം. സേവനത്തിന് വേണ്ടിയുള്ള പ്ലാനിങ് അത് വേറെ കാര്യമാണ്. ഇതെന്താണ് അങ്ങനെ, അതെന്താണ് ഇങ്ങനെ, അങ്ങനെ ചിന്തിക്കുകയല്ല. സേവനത്തിന് വേണ്ടി പ്ലാനിങ് ചെയ്യാം. ബാബ ഇത് പറഞ്ഞു, ബാബ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്, ബാബ എന്തിനാണ് ആ സെൻറ്റൻസ് അങ്ങനെ പറഞ്ഞത്, ദാദി എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്, അങ്ങനെയുള്ള ചോദ്യങ്ങളിലേക്ക് പോകുമ്പോൾ എന്താവും, ജ്ഞാനത്തെ നമ്മൾ അതിൽ നിന്ന് മാറ്റുകയാണ്, വേറൊരു രീതിയിൽ കാണാൻ തുടങ്ങുകയാണ്. അതിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ മറക്കുകയാണ്. ആ സമയത്ത് സൈലൻസിൽ നമ്മൾ ഇരിക്കണം, വിനയത്തോടെ ഇരിക്കണം, അപ്രീഷിയേറ്റ് ചെയ്യണം. ഇത് നിരാകാരൻ പരമാത്മാവിൻ്റെ മഹാവാക്യങ്ങളാണ്. വിനയത്തോടുകൂടി ആ മഹാവാക്യങ്ങളിലൊന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കൂ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്തുകൊണ്ടാണ് ബാബ ഈ മഹാവാക്യങ്ങൾ ഉച്ചരിച്ചത്. അല്ലെങ്കിൽ താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ വളരെ ബുദ്ധിശാലിയാണ്, സൂത്രശാലിയാണ്, സമർത്ഥനാണ് എന്നെല്ലാം ചിന്തിക്കും. പക്ഷേ ഞാൻ തന്നെ എന്തു ചെയ്യും, എൻ്റെ ബുദ്ധിയെ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ പാദങ്ങളെ മുറിച്ചു മാറ്റും. എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരും. പക്ഷെ ബാബയുടെ സേവനങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ബുദ്ധിയെ ഉപയോഗിക്കുന്നുവെങ്കിൽ പ്ലാനിങ് ഇൻ്റലക്റ്റ് ആയിരിക്കണം. ബാബ ആ കുട്ടികളെ സ്നേഹിക്കുന്നുണ്ട്. കാരണം പല മിക്സ്ചേഴ്സിൽ നിന്ന് നിങ്ങളുടെ ബുദ്ധിയെ മുക്തമാക്കി വയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെ ബാബയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ബിസിയാക്കി വെച്ചിരിക്കുകയാണ് സേവനത്തിൽ. തീർച്ചയായിട്ടും ബാബ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. 88 കാര്യമാണ്. ഈ ഇൻ്റർനാഷണൽ പ്രോജക്റ്റൊക്കെ നടക്കുന്ന സമയത്ത് ഓരോരുത്തരുടെയും വിഷൻ എന്താണ്, അവരുടെ പുതിയ ലോകത്തെ, സുഖം നിറഞ്ഞ ലോകത്തെ പ്രതിയുള്ള വീക്ഷണം എന്താണ് അവരുടെ, അത് ചോദിക്കുന്ന സമയത്ത് പുതിയ ലോകത്തെ പ്രതിയുള്ള നിങ്ങളുടെ വിഷൻ ക്രിയേറ്റ് ചെയ്യൂ. അതാണ് നിങ്ങൾ ബെറ്റർ വേൾഡിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യുന്നത്, ഗ്ലോബൽ ബാങ്കിലേക്ക് അതാണ് ഡൊണേറ്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഈ വിഷൻ എന്നുള്ള വാക്കിന് പലരും റിയാക്ട് ചെയ്തു. അപ്പോൾ അതിൽ കുറേ പേര് പറഞ്ഞു വിഷൻ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എല്ലാ ബിസിനസ്സിലും എല്ലാ കോർപ്പറേഷനിലും എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി പർപ്പസ്, മിഷൻ, വിഷൻ എന്ന വാക്കുകൾ. നോക്കൂ, ബാബ എത്രയോ മുമ്പ് തന്നെ നമ്മളുടെ ബുദ്ധിയെ ആ ടോപ്പിക്കുകളിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. പക്ഷേ ആരാണോ മറ്റു പല ഡയറക്ഷനിലേക്ക് പോയിരുന്നത് അവർക്ക് ഇത് ബുദ്ധിമുട്ടായിരുന്നു അക്സെപ്റ്റ് ചെയ്യാൻ. നമ്മൾ ബാബയുടെ സേവനത്തിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഇരിക്കുമ്പോൾ തോന്നുമായിരുന്നു ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ബാബ ഐഡിയ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജ്ഞാനത്തെ മനസ്സിലാക്കാൻ വേണ്ടി സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ബുദ്ധിയെ ഉപയോഗിക്കണം. അല്ലാതെ ജ്ഞാനത്തെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ ബുദ്ധിയെ ഒരിക്കലും ഉപയോഗിക്കരുത്. ആരാണ് നമ്മളോടിത് ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് ആദ്യം വേണം. ആരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, ആരാണ് ഇതെന്നോട് പറയുന്നത്, അതിൽ നമുക്ക് നിശ്ചയം വന്നാൽ ഏറ്റവും ആദ്യത്തെ കാര്യമാണ് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കണം. പിന്നെയാണ് അനുഭവത്തിൻ്റെ വിഷയം. പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും സ്പഷ്ടമാകാൻ തുടങ്ങും. എന്നിൽ ആനന്ദം കുറവാണോ, അതോ ഈഗോ, അഹങ്കാരമാണോ, അതോ എന്നിലെ അലസത, എന്താണ് ഈ കാര്യത്തിലൂടെ സ്പഷ്ടമാകുന്നത്?
എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുന്നത്? അതിൻ്റെ കാരണം ഈ പറഞ്ഞതിൽ ഏതെങ്കിലുമൊക്കെയാണോ? ജ്ഞാനത്തിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അനാവശ്യമായത്. ഒരിക്കലും അങ്ങനെയുള്ള ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യം ഇല്ല. അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസത്തിൻ്റെ പോലുള്ള തലത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു പോവുക. അത് തീർച്ചയായിട്ടും അഹങ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ്. ചുറ്റും എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പല വെല്ലുവിളികളും വരുന്നുണ്ട്. പക്ഷേ ഡ്രാമയെ ഞാൻ അതുപോലെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. ആ സെൻസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉൾക്കൊള്ളാനുള്ള ശക്തിയുടെ കുറവിനെയാണ് കാണിക്കുന്നത്. ഡ്രാമയെ അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഡ്രാമ എന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കുന്നതിന് പകരം ഡ്രാമ കൃത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കൂടെ മൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കണം, അതിൻ്റെ ഫ്ലോയിൽ പോകാൻ സാധിക്കണം. അല്ല ഡ്രാമ ഇങ്ങനെയാകണം അല്ലെങ്കിൽ ഡ്രാമ അങ്ങനെയാകണം എന്ന് പറയരുത്. നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക, വഴക്കടിച്ചുകൊണ്ടിരിക്കുക, ഇത് ചെയ്യരുത്. അതിനെ തീർച്ചയായിട്ടും അഹങ്കാരം എന്നേ പറയുള്ളൂ. അത് തീർച്ചയായിട്ടും നമ്മുടെ സ്വീകാര്യതയുടെ കുറവിനെയാണ് തെളിയിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ ഫ്ലോൻ്റെ കൂടെ പോകാൻ സാധിക്കാത്തത്. കാര്യം ഇങ്ങനെയാണ് പോകേണ്ടത്, അതിങ്ങനെ തന്നെ പോവുള്ളൂ. നമുക്കതിനെ ഉൾക്കൊള്ളാൻ സാധിക്കണം. പക്ഷെ ചിലർക്ക് സാധിക്കുന്നില്ല. പല കാരണങ്ങൾ വരാം നമ്മൾ സ്റ്റക്കായിട്ട് മാറാൻ. അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ദേഹാഹങ്കാരം, ദേഹാഭിമാനം കൊണ്ടാണ് സംഭവിക്കുന്നത്. അംഗീകരിക്കാനുള്ള കുറവുണ്ടാകാം. ഞാൻ ചില കാര്യങ്ങളെ ചില രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അത് അതുപോലെ പോകുന്നില്ല. അപ്പം അപ്സെറ്റാകുന്നു, നിരാശ വരുന്നു, ദുഃഖിതനാകുന്നു. പല കാരണങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിൽ. താങ്ക് യു ദീദി. ഇന്നലെ ഞാൻ യോഗം ചെയ്യുന്ന സമയത്ത് ഞാൻ ബാബയോട് സംസാരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ ബാബയോട് പറഞ്ഞു, താങ്കളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ ബാബയോട് പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ ചോദിച്ചിരുന്നു എന്ന്. ആ സമയത്ത് നമ്മൾ ബാബയോട് പല കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമായിരുന്നു. ഇന്നലെ ഞാൻ ബാബയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കുകയായിരുന്നു, ഏതാണ് സുന്ദരമായ മാർഗം? നമ്മൾ ശരിയായ മാർഗത്തിലാണോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? അത് എങ്ങനെയാണ് ബാബ നമുക്ക് മറുപടി തരിക? അതിനെന്താണ് ചെയ്യേണ്ടത്? പേഴ്സണൽ എക്സ്പീരിയൻസ് ബാബയിൽ നിന്ന് പ്രാപ്തമായ ഒത്തിരി ഭാഗ്യശാലികളുണ്ട്. പക്ഷേ ആർക്കാണോ ആ ഭാഗ്യം കിട്ടാത്തത്? പേഴ്സണൽ ബ്ലെസ്സിങ്സ് ബാബ കൊടുത്തിട്ടുണ്ടല്ലോ കുറേ കുട്ടികൾക്ക്, പക്ഷെ കുറേ പേർക്കൊന്നും അതിൻ്റെ ഭാഗ്യം പ്രാപ്തമായിട്ടില്ല. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഈ അനുഭവം കിട്ടുക? പേഴ്സണൽ ബ്ലെസ്സിങ് എങ്ങനെയാണ് ബാബ അവർക്ക് കൊടുക്കുന്നുണ്ട്? ആ അനുഭവം എങ്ങനെ ഉണ്ടാകും? വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, എല്ലാ കാര്യങ്ങളും നന്നായി നടക്കുന്നുണ്ട്, എൻ്റെ ജ്ഞാനത്തിലൂടെ, എൻ്റെ യോഗത്തിൻ്റെ കാരണത്താൽ, എൻ്റെ സമ്പർക്കത്താൽ, എൻ്റെ ധാരണയിലൂടെ എന്ന് ഉള്ള ഒരു കാര്യം. ആ സമയത്ത് ബാബയുടെ ഓർമ്മയിലിരിക്കുമ്പോൾ ബാബ തരുന്ന സ്നേഹത്തെ ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ബാബയുടെ സ്നേഹത്തെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. അത് വളരെ നല്ലൊരു അക്നോളേജ്മെൻ്റാണ്. ശരിയായ മാർഗത്തിലൂടെ ശരിയായ ട്രാക്കിൽ ഈ 4 സബ്ജക്റ്റിലും പോകുമ്പോൾ ബാബ നൽകുന്നത് നമുക്ക് സ്വീകരിക്കുന്നത് അനുഭവമാകും. ചിലപ്പോൾ നമ്മൾ കറക്റ്റായി പോകുന്നുണ്ടാവും, എന്നാൽ ബാബയുടെ മുന്നിലിരിക്കുമ്പോൾ നമുക്ക് ഈശ്വരീയ സ്നേഹം എന്നിൽ എത്തിച്ചേരുന്നത് എനിക്ക് അനുഭവിക്കാൻ സാധിക്കാതെ വരുന്നു. അത് വലിയൊരു സിഗ്നലാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും ഏതൊക്കെയോ കാര്യങ്ങളുടെ ഡെപ്തിലേക്ക് പോകാനുണ്ട്, പലതും ഇനിയും കണ്ടുപിടിക്കാനുണ്ട് എന്ന് മനസ്സിലാകും. അപ്പോഴാണ് എനിക്ക് കറക്ഷൻ കൊണ്ടുവരാനും ഈശ്വരീയ സ്നേഹത്തെ പ്രാപ്തമാക്കാനുള്ള ശരിയായ ട്രാക്കിലേക്ക് മൂവ് ചെയ്യാനും സാധിക്കുള്ളൂ. ബാബ ഒത്തിരി കുട്ടികളുടെ പേഴ്സണൽ മീറ്റിംഗ്സ് നടത്തി എന്ന് ഈ മുരളിയിലും കേട്ടല്ലോ. കർമ്മയോഗികൾക്ക് ബാബ കൊടുത്ത ബ്ലെസ്സിങ് ഒക്കെ നമ്മൾ കേട്ടല്ലോ. നമ്മൾ കർമ്മയോഗികളാണെങ്കിൽ നമുക്ക് ഈ ബ്ലെസ്സിങ്ങിനെ ഇതെനിക്കുള്ളതാണ് എന്ന് സ്വീകരിക്കാം. ഇവിടെ ബാബ എന്താണെന്ന് പറഞ്ഞതെന്നാൽ, കർമ്മയോഗം അത് വളരെ ശ്രേഷ്ഠമാണ്. അതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ പ്രത്യക്ഷ ഫലം നമുക്ക് പ്രാപ്തമാകും, സന്തുഷ്ടത കിട്ടും. പക്ഷേ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവാണ് നമുക്കാവശ്യം. ഞാൻ ആർക്ക് വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും നമുക്ക് ഓർമ്മ വേണം. എന്നോട് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, അങ്ങനെയായാൽ അതൊരിക്കലും എനിക്ക് ആനന്ദമോ സന്തോഷമോ നൽകുകയില്ല.
എനിക്ക് ഒരു ഉയർച്ചയുടെ അനുഭവവും ഉണ്ടാകില്ല. ആരെങ്കിലും ചെയ്യാൻ പറഞ്ഞു നമ്മളോട് സേവനം, പക്ഷെ ഹൃദയം കൊണ്ട് നമ്മൾ ചെയ്യുന്നുവെങ്കിൽ, അത് ചെയ്യാൻ കഴിഞ്ഞതെൻ്റെ സൗഭാഗ്യമാണെന്നാണ് അവർ ചിന്തിക്കുന്നതെങ്കിൽ, എനിക്ക് ചെയ്യാൻ അറിയാം, എനിക്ക് ബാബ അവസരം തന്നു, ഞാൻ ചെയ്യുകയാണ് എന്ന സന്തോഷത്തിൽ ചെയ്താൽ, ആ സ്നേഹത്തിൽ ചെയ്താൽ ആനന്ദം കിട്ടും. അതിലൂടെ നമ്മുടെ മുഖത്തിൽ സന്തോഷം കാണപ്പെടും. അത് നമ്മൾ ഏത് സേവനം ചെയ്യുകയാണെങ്കിലും അതിൻ്റെ സന്തുഷ്ടത നമ്മളിൽ കാണപ്പെടും. ഒത്തിരി സമയം സേവനം ചെയ്യും, വളരെ സമയം. പക്ഷെ ആ സമയത്ത് ഓർമ്മ വേണം, ആർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു മനുഷ്യന് വേണ്ടിയല്ല അതൊന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബാബയോടുള്ള സ്നേഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്കറിയാം ഞാൻ എൻ്റെ ഭാഗ്യം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബാബ മുരളി പറയുന്ന ഏതൊരു ബ്ലെസ്സിങ്ങിനെയും പേഴ്സണലായിട്ട് ബാബ എനിക്ക് നൽകിയതാണെന്ന് നമുക്ക് സ്വീകരിക്കാം. മൂന്നാമത്തെ കാര്യം ഇതാണ്. ദാദി പാരീസിൽ ചോദിച്ച കാര്യം, ഗുൽസാർ ദാദി ചോദിച്ച കാര്യമാണ്. ലാസ്റ്റ് ടൈം ദാദി അവിടെ വന്നിരുന്നു. അതായത് കുറേ സമയത്തിന് മുമ്പാണ്. ഞാൻ ചിന്തിക്കുന്നു 2010 ദാദി പാരീസിൽ വന്നിരുന്നു. ആ സമയത്ത് വലിയ ഹാളായിരുന്നു. അതൊരു റിട്രീറ്റ് പോലെയായിരുന്നു. സെൻറ്റർ ഓഫ് ദ സിറ്റി ആയിരുന്നു. ബ്രാഹ്മണർ അവിടെ തന്നെയാണ് അവരുടെ താമസം ഉണ്ടായിരുന്നത്. 300ഓളം പേരുടെ അക്കോമഡേഷനാണ് അവിടെ ഉണ്ടായിരുന്നത്. ഫ്രാൻസിലുള്ളവർ, അടുത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. കുറേ പേര് ചോദിച്ച ചോദ്യം ഇതായിരുന്നു: യജ്ഞത്തിൻ്റെ ആരംഭത്തിൽ വന്നവർക്ക് ബാബയിൽ നിന്ന് നേരിട്ട് കിട്ടിയ ബ്ലെസ്സിങ്സ് ഞങ്ങൾക്ക് കിട്ടിയില്ല ദാദി എന്ന് പലരും പറഞ്ഞു. ദാദി വളരെ സ്നേഹത്തോടെയാണ് അവർക്ക് മറുപടി കൊടുത്തത്. ഗുൽസാർ ദാദി പറഞ്ഞ മറുപടി ഇതായിരുന്നു: അന്നന്നാളത്തെ മുരളിയിൽ നിങ്ങൾ എന്താണോ ബാബയുടെ മഹാവാക്യം വായിക്കുന്നത്, അത് നിങ്ങൾക്ക് ബാബ നൽകുന്ന വരദാനങ്ങളാണ്. നിങ്ങൾ അതിനെ അതുപോലെ കാണുന്നുവെങ്കിൽ അത് വരദാനമായിട്ട് മാറും. പക്ഷേ അത് വിത്ത് പോലെയാണ്, ബീജം പോലെയാണ്. ആ ബീജത്തെ തൻ്റെ മനസ്സിൽ സ്വീകരിക്കൂ. അതിനെ സ്നേഹം കൊണ്ട് അതിന് വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കൂ. ശ്രദ്ധിക്കൂ. അതിന് വെള്ളമൊഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ, സ്നേഹം കൊണ്ട് ശ്രദ്ധ അതിലുണ്ടെങ്കിൽ തീർച്ചയായും ആ വിത്ത് മുളയ്ക്കും. അത് നല്ലൊരു ചെടിയാകും, നിങ്ങൾക്ക് പുഷ്പം കിട്ടും. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ ഓരോ ദിവസത്തെ മുരളിയിലും എങ്ങനെ ഉണ്ടായിരിക്കണം? ബാബ പറയുന്ന പ്രാക്ടീസ് ചെയ്യൂ, ബ്ലെസ്സിങ്സ് സ്വീകരിക്കൂ, അതിനെ സാക്ഷാത് പ്രാക്ടിക്കലാക്കി മാറ്റൂ. അങ്ങനെ അതിൻ്റെ സീഡ് എല്ലാവരുടെയും വിതയ്ക്കപ്പെടട്ടെ, ഫ്രൂട്ട്സ് എല്ലാവർക്കും കിട്ടട്ടെ. അങ്ങനെ സദാ ബാബ പറയുന്ന സമാനത്തിൽ ഇരിക്കാൻ സാധിക്കട്ടെ. അതിലൂടെ നല്ല നല്ല ചെടികൾ വരട്ടെ, നല്ല ഫ്രൂട്ട്സ് കിട്ടട്ടെ. അങ്ങനെയുള്ള വരദാനങ്ങളാകുന്ന വിത്തുകൾ നമുക്ക് നമ്മളിൽ വിതയ്ക്കാനും സർവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും സാധിക്കണം. പലതരത്തിൽ നമുക്ക് ഇതിനെ കാണാം. പക്ഷെ വിശേഷിച്ചും ഈ മൂന്നാമത്തെ കാര്യം എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദാദി പറഞ്ഞത്. ട്രൈ ചെയ്യൂ. ഓം ശാന്തി.